ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞങ്ങളെ പറമ്പിലാണ് കേട്ടോ. ഏകദേശം 9-9:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പറമ്പിൽ നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ വന്നതാണ്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞാനിതൊന്നും എടുത്ത് മാറ്റിട്ടെ. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് പറമ്പ് ഒന്നായിട്ട് വൃത്തിയാക്കാനുണ്ട്, കാടൊക്കെ ഒന്ന് വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് അല്ലേ. അപ്പം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഗൈസ്, കുറച്ചധികം കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. അതിലേറ്റവും കൂടുതൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പണിക്കാരുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് മാറുന്നത്. എനിക്ക് ഇരിക്കാനൊരു സ്ഥലവും കാണുന്നില്ല. ഞാൻ അവസാനം ഒരു തെങ്ങിൻ്റെ മണ്ടേനെ ഇവിടെ ക്യാമറ വെച്ചാണ്. അയ്യോ, എനിക്ക് ഇരിക്കാൻ പൊഴിയുന്നു. അയ്യോ, ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എവിടുന്നാ അപ്പം ഇരിക്കുക? പോട്ടെ നമുക്ക്. ഓക്കെ, അപ്പം ഞാൻ പറട്ടെ, ചില ആരാധന മൂത്തിട്ടുള്ള കുറേ കിഴവന്മാരെ കമൻറ്റ് ചെയ്യാൻ കാണുന്നുണ്ട്. അവർ പറഞ്ഞേക്കാം, അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് അവർക്ക് പറ്റിയൊരു ശീലമാണ്. ആ ശീലത്തെ മാറ്റണമെങ്കിൽ ഞാൻ വിചാരിച്ചാലും നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല കേട്ടോ. പിന്നെ എന്നോട് കുറേ പേര് നല്ല കമൻറ്റും വരുന്നുണ്ട്. കുറേ ചേച്ചിമാരും കുറേ ചേട്ടന്മാരും കുറേ നല്ല കമൻറ്റ് വരുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വസ്ത്രധാരണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് എനിക്കൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിച്ചില്ല. ഇനി എൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് ശ്രദ്ധിക്കാൻ, ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. എന്തെങ്കിലും ഒരു കമൻറ്റ് കണ്ടാണെങ്കിൽ അത് ശരിയാണോ തെറ്റെന്ന് അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാവണം അല്ലേ. അതാണല്ലോ യഥാർത്ഥത്തിൽ വേണ്ടത്. നമ്മൾ എന്ത് കാര്യം കേട്ടാലും അത് ശരിയാണോ തെറ്റാണെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് വസ്ത്രധാരണത്തിൻ്റെ കാര്യം നിങ്ങളിങ്ങനെ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. അയ്യോ ഗൈസ്, അപ്പം ഞാൻ നല്ല കൊഴിഞ്ഞു. ഇതെൻ്റെ ഒരു ഔട്ട്ഫിറ്റാണ്. അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കമൻറ്റ്സ് വരുന്നുണ്ടല്ലോ, കുറേ അത് ഇതാക്കി തരും ഇതാക്കി തരും അങ്ങനെയൊക്കെ പറയുന്നിട്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും നിങ്ങളുടെ ഉള്ളിലത്തെ ഈ മനസ്സ് എന്താ നന്നാവാത്തത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യം, എനിക്കറിയില്ല കേട്ടോ എന്താ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ചിന്താഗതി വരുന്നെന്ന് എനിക്ക് അറിയുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്നൊരു കമൻസ് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച്, എൻ്റെ ഫാമിലിയെ കുറിച്ച്, നിങ്ങൾക്ക് എന്തും എന്നെക്കുറിച്ച് പറയാം. പക്ഷേ എൻ്റെ ഫാമിലിയെ പറ്റി പറയുമ്പോൾ എനിക്കത് ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു കാര്യമാണ് ഗൈസ്. സത്യം പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ചേച്ചി, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. പിന്നെ അച്ഛനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അച്ഛനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഫേക്കായിട്ട് പറഞ്ഞതല്ല. അച്ഛൻ കുറച്ചൊക്കെ നമുക്ക് പല രീതിയിൽ വിഷമങ്ങൾ പണ്ട് തന്നിട്ടുണ്ടായിരുന്നു. മദ്യപിച്ച് വരുമായിരുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്ന് എഴുതിയിട്ട് നമുക്ക് അച്ഛനല്ലാതെ ആയിരിക്കില്ലല്ലോ. അച്ഛൻ എന്നും അച്ഛൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഇപ്പോൾ പുറത്ത് ക്ഷമിച്ച് നിൽക്കുന്നു. കാരണം ഒരു ജീവിതാപം ക്ഷമ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ചേച്ചിൻ്റെ ഹസ്ബൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ ഏട്ടനെ പോലെ ആരാധിക്കുന്ന ഒരു ഏട്ടനാണ്. അപ്പം ആ രീതിയിൽ ആ ആളെ കുറിച്ചിട്ട് എന്നെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ആവർത്തിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നിങ്ങൾക്ക് ഇതിലൂടെ എന്ത് സന്തോഷമാണ് ആക്ച്വലി കിട്ടുന്നത്? എനിക്കറിയില്ല, എനിക്കറിയാൻ മേലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കണം. ഞാൻ പൊട്ടിത്തെറിക്കുക ഒന്നുമല്ല. ഞാൻ കാരണം വെറുതെ അവരുടെ ലൈഫിൽ പ്രശ്നമാവട്ടെ, നിങ്ങളുടെ കമൻസ് കാരണം ഡൈവേഴ്സ് ആയി അങ്ങനെയായി പല രീതിയിലുള്ള ഫേക്ക് ന്യൂസ് വരണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ ചേട്ടനെ ക്യാമറയ്ക്ക് വേണ്ടി കാണിക്കാത്തത്. അതാണ് ഇതിന്റെ റീസൺ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ ഒരു കാര്യമില്ല കേട്ടോ.